നൂറ് ആഗ്രഹങ്ങളുമായി നടക്കുന്ന ധാരാളം പേരുണ്ട്. അവർ പലപ്പോഴും അവരോട് തന്നെ പറയും, ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ, അത് നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. എന്നാൽ വേദപുസ്തകം തരുന്നൊരു വാഗ്ദത്തവും ഉറപ്പുമാണ് ഇന്നത്തെ ആത്മീയ സന്ദേശം. 145 സങ്കീർത്തനം 19 വാക്യം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. എന്താണ് ഇതിനകത്തെ ആത്മീക സന്ദേശം? ഒരിക്കലും നിറവേറുവാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് നീ ചിന്തിച്ച പല ആഗ്രഹങ്ങളും ഈ ദിവസങ്ങൾ നിന്റെ കൺമുമ്പിൽ മറുപടിയായി തെളിഞ്ഞു നിൽക്കുന്നത് ഇന്നത്തെ വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മക്കണ്ണുകളിലൂടെ കാണുകയാണ്. നീ ആഗ്രഹിച്ചതൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കുവാൻ പോകുകയാണ്. വർഷങ്ങളായി നിന്നെ സ്വദേശത്തും നിന്നെ രക്തബന്ധങ്ങളുടെ നടുവിലും നീ കഴിവില്ലാത്തവനെന്നും വിധി എഴുതി തള്ളിയാലും നീ പേടിക്കരുത്. നിന്റെ ആഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം സാധിപ്പിച്ചു തരും. എൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ധന്യനായ പൗലോസ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതി, ആ ദൈവത്തിൻ്റെ പ്രത്യേകത ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്നൊരു കർത്താവ്. നീ എന്താഗ്രഹിച്ചോ എന്ത് ചോദിച്ചോ അതിലധികം ചെയ്യുന്നവനാ ദൈവം എന്ന് പറഞ്ഞാൽ, നീ ദൈവത്തോട്, ദാവീദ് ഒരിക്കൽ തന്റെ സങ്കീർത്തനത്തിൽ എഴുതി, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിച്ചു, എനിക്കവന്റെ മനോഹരത്വം ഒന്ന് കാണണം, എനിക്കവന്റെ മന്ദിരത്തിൽ ഒന്ന് ധ്യാനിക്കണം. ഞാനിന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, ഈ ദിവസങ്ങളിൽ ചില ആത്മീയ ആഗ്രഹങ്ങൾ, ചില ഭൗതിക ആഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ നിനക്ക് മുമ്പിൽ ദൈവം സാധിപ്പിച്ചു തരാൻ പോവുക. ഈ വചനം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില കാര്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന കാഴ്ച ആത്മക്കണ്ണുകളിൽ കൂടെ കണ്ടുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ഈ വചനം സംസാരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നിന്റെ സ്ഥിതി മാറും, അവസ്ഥ മാറും, സാഹചര്യം മാറും. നിന്റെ ഭാവിയെ ചൊല്ലി വിധി എഴുതിയ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് വരട്ടെ. നിനക്കുള്ള വിധി മനുഷ്യരിൽ നിന്നല്ല വരുന്നത്, ദൈവത്തിൽ നിന്നാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എനിക്ക് നീ സാധിപ്പിച്ചു തരണമേ. ഹല്ലേലൂയ. എത്ര പേര് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്ക് ഇനി ആഗ്രഹങ്ങളുണ്ട്, അതൊന്ന് സാധിപ്പിച്ചു തരണമേ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളുകൾ കൊണ്ട് ആഗ്രഹം കൊണ്ടു നടന്നിട്ടും അതിൻ്റെ പൂർത്തീകരണം കാണാൻ കഴിയാതെ നിരാശയോടിരിക്കുന്നവരോട് ആമീൻ, കർത്താവിന് സ്തോത്രം, ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ ഇടപെടണം. അവരുടെ നിരാശ മാറി ആമീൻ, ദൈവം അവർ ആഗ്രഹം സാധിപ്പിക്കുന്നത് കാണാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ തന്നെ നിന്റെ ആഗ്രഹം യേശു സാധിപ്പിച്ചു തരും. ഗോഡ് ബ്ലസ് യു.